ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്നൊരു കടുമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാവുന്ന ഒരു കടുമാങ്ങ അച്ചാറാട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇതിൽ ഉള്ളിയും പച്ചമുളകും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഞാനിതിങ്ങനെ നന്നായിട്ട് വഴറ്റിയെടുക്കുവാണ്. പക്ഷേ നമ്മളിത് ചെയ്യുന്ന മുമ്പിട്ട് കടുകും ഉലുവയും കൂടി ഫസ്റ്റ് ആഡ് ചെയ്യണം കേട്ടോ. അതിന് ശേഷമാണ് ഉള്ളിയും പച്ചമുളകും ഇടേണ്ടത്. കാരണം ഞാനത് ഉലുവയും കടുക് ഇടുന്നത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അതിനുശേഷം നമ്മുടെ സാധാ മുളക് പൊടി 1 ടീസ്പൂണും കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂണും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഈ ഉള്ളി നന്നായിട്ട് മൊരിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ട് അത് മൊരിയട്ടെ കേട്ടോ. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ളൊരു കടുമാങ്ങ അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞായിട്ട് മാങ്ങ കഷ്ണങ്ങൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വളരെ ടേസ്റ്റിയും എമ്മിയുമായിട്ടുള്ള ഒരു കടുമാങ്ങ അച്ചാറാണ് കേട്ടോ. നമുക്ക് നല്ല പഴങ്കഞ്ഞിലൂടെയും ചൂട് കഞ്ഞിയിലൂടെയൊക്കെ ഇത് കഴിക്കാനായിട്ട് നല്ലതാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു അച്ചാറും കൂടാണ്. വളരെ സിമ്പിൾ മെത്തേഡാണ് ഞാനിത് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളൊക്കെ ഒരു തവണ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതിനുശേഷം ലേശം ചൂടുവെള്ളം ഒഴിക്കുക, തണുത്ത വെള്ളം ഒഴിക്കരുത്, നല്ല ഹോട്ട് വാട്ടർ തന്നെ ഒഴിക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. പച്ചവെള്ളം ഒഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. അപ്പോൾ നല്ല എമ്മിയായിട്ടുള്ള ഒരു കടുമാങ്ങ അച്ചാറാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നോക്കി